പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 47 അധ്യായം 9 വാക്യം. എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നദി ജീവൻ പകരുന്നതത്രേ. ആലയത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവത്തിൻ്റെ തേജസ്, ആലയത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവാത്മാവിൻ്റെ ആ വലിയ നദി, അത് ഓരോ ദിവസവും നാം ആ നദിയിലൂടെ ചലിക്കുമ്പോൾ നദി ഹല്ലേലൂയ വർദ്ധിച്ച് വരും. കർത്താവിൻ്റെ സാന്നിധ്യം അത് വർദ്ധിച്ച് വരുന്നത് അത്രേ. അത് ഹല്ലേലൂയ, അത് നരിയാണിയോളമല്ല, അത് മുട്ടോളമല്ല, അത് അരയോളമല്ല, അത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ ജീവജലത്തിൻ്റെ നദിയത്രേ. ആ നദിയെക്കുറിച്ച് ഇതാ പ്രവാചകൻ കാണുന്ന ദർശനം. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികൾക്കും ജീവനുണ്ടാകും. ഹല്ലേലൂയ. ഒരു ചെറിയ ചലനം മതി. ചലനമുള്ളിടത്ത് ഹല്ലേലൂയ ജീവൻ ഇതാ വ്യാപരിക്കുന്നു. ജീവൻ ഇല്ലാത്തതിന് പോലും അത് ജീവൻ കൊടുക്കുന്നു. ഇന്ന് പകൽക്കാലം ആത്മനദിയിൽ നാം ഹല്ലേലൂയ മുങ്ങുവാൻ തയ്യാറെങ്കിൽ ആത്മനദി നമുക്ക് ജീവൻ തരും. നമ്മുടെ ജീവിതത്തിൽ ജീവൻ തരുന്നത് അത്രേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്. ശൂന്യമായ ഭൂമിയുടെ മണ്ഡലത്തിൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും ജീവിതത്തിൻ്റെ ശൂന്യതമേൽ, ജീവിതത്തിൻ്റെ ഹല്ലേലൂയ മരിച്ച അവസ്ഥകളുടെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ്. അതേ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നത്. ആ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെ ക്രിസ്തുവോട് കൂടെ ഉയർപ്പിച്ച് ഉന്നത സ്ഥലങ്ങളിൽ കൊണ്ടിരുത്തും. ഈ പകൽക്കാലം വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ആത്മാവ് ജീവൻ തരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജീവനായി വ്യാപരിക്കട്ടെ. ജീവിതത്തിൻ്റെ ഉണങ്ങിയ അവസ്ഥകളുടെ മേൽ, ജീവിതത്തിൻ്റെ ജീവനില്ലാത്ത അവസ്ഥകളുടെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ ചലിക്കുന്ന സകല പ്രാണികൾക്കും ജീവൻ ഉണ്ടാകും. എന്നിട്ട് വേദപുസ്തകം പറയുന്നു, ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും വലിയ മത്സ്യങ്ങൾ ഉണ്ടാകും, വലിയ വർധനവുണ്ടാകും. ഈ നദി എവിടെയാണോ ചെല്ലുന്നത് അവിടെ ജീവൻ ഉണ്ടാകുക മാത്രമല്ല, അവിടെ ഒരു സമൃദ്ധിയുണ്ട്, അവിടെ ഒരു വർധനവുണ്ട്. ഹല്ലേലൂയ. വചനമാകുന്ന പരിശുദ്ധ ആത്മാവ്, വചനമാകുന്ന യേശു കർത്താവ്, വചനമാകുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വചനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നാം റിസീവ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ ആ വചനത്തിനകത്ത് വലിയ ഫലം കായ്ക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കൾക്ക് മന്ന മഞ്ഞിൽ പൊതിഞ്ഞ കൊടുത്തത്. മഞ്ഞിൽ പൊതിഞ്ഞ് കിടന്ന മന്ന ഭക്ഷിച്ച ജനത്തിന് തൃപ്തി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലവും മഞ്ഞിൽ പൊതിഞ്ഞ മന്ന പോലെ പരിശുദ്ധ ആത്മാവിൽ കേൾക്കുന്ന വചനങ്ങൾ, പ്രസ്താവിക്കുന്ന വചനങ്ങൾ, വിളിച്ചു പറയുന്ന വചനങ്ങൾ ജീവൻ കൊടുക്കും. ആ വചനം ഹല്ലേലൂയ അത് വലിയ വർധനവുണ്ടാകും. എവിടെയാണോ അങ്ങനത്തെ വചനം പോകുന്നത് ആ വചനത്തിനകത്ത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഒരു വർധനവുണ്ട്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഏത് വാക്യം പറയുമ്പോഴും അവൻ പരിശുദ്ധാത്മ നിറവിലാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മ നിറവിൽ വിളിച്ചു പറയുന്ന വചനങ്ങൾ, ഹല്ലേലൂയ, കൽപ്പിക്കുന്ന വചനങ്ങൾ വലിയ വർധനവിലേക്ക് നയിച്ചു. ഇവിടെ നോക്ക്, മീൻപിടുത്തക്കാർക്ക് മീൻ പിടിക്കുവാൻ വലിയ മത്സ്യങ്ങളുണ്ടാകും, അനേക മത്സ്യങ്ങളുണ്ടാകും. ഈ പകൽക്കാലം നമ്മെ ചുരുക്കിക്കളയുന്നവനല്ല പരിശുദ്ധാത്മാവ്, നമുക്ക് വർധനവ് തരുന്നത് അത്രേ. നമ്മളെ വർദ്ധിപ്പിച്ച് വലുതാക്കുന്നത് അത്രേ. ഇസ്ഹാക്കിനെ വർദ്ധിപ്പിച്ച അതേ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ. വേദപുസ്തകം പറയുന്നു, ക്ഷാമകാലത്ത് ഇസ്ഹാക്ക് വിതച്ചപ്പോൾ അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ചുറ്റുപാടുമുള്ളവർക്ക് അസൂയ ഉണ്ടാക്കത്തക്ക രീതിയിൽ, ചുറ്റുപാടുമുള്ളവർ ഹല്ലേലൂയ ആശ്ചര്യപ്പെടുമാറ് അവനെ വർദ്ധിപ്പിച്ച ദൈവം ഈ പകൽക്കാലവും നമ്മെ ഏവരെയും വർദ്ധിപ്പിക്കുന്ന ദൈവം അത്രേ. നമ്മെ ഏവരെയും മാനിക്കുന്ന ദൈവം അത്രേ. ഇസ്ഹാക്കിൻ്റെ ദൈവം നമ്മുടെ കർത്താവ് അത്രേ. അവൻ വർധനവിൻ്റെ ദൈവമാണ്. അവൻ നമ്മെ വർദ്ധിപ്പിക്കും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും വളരെ മത്സ്യമുണ്ടായി. ഈ നദി നമ്മുടെ ഭവനത്തിൽ വേണം. ഈ നദി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും വേണം. പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഇതാ അവിടെ വളരെ മത്സ്യമുണ്ടായി.
എന്നാ വേദപുസ്തകം പറയുന്നത്. എന്നിട്ട് ഇതാ വേദപുസ്തകം പറയുന്നു, അവിടുത്തെ വെള്ളം പഥ്യമായി തീർന്നു. അവിടുത്തെ വെള്ളത്തിനകത്ത് ഹല്ലേലൂയ ജീവൻ വ്യാപരിക്കുക മാത്രമല്ല, ആ വെള്ളം ശുദ്ധമായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ പകൽക്കാലവും നമ്മെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒറ്റ കാര്യം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തെ നാം റിസീവ് ചെയ്യാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ ആത്മനദിയെ റിസീവ് ചെയ്യാൻ നാം തയ്യാറാകണം. നാം ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കണം. കർത്താവിൻ്റെ വചനം നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ നാം അത് രണ്ട് കരവും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണോ? തെസലോനിക്ക സഭ ചെയ്തതുപോലെ സാക്ഷാലാകുന്ന ദൈവവചനത്തെ വചനമായിട്ട് തന്നെ നാം റിസീവ് ചെയ്യുമ്പോൾ, നാം സ്വീകരിക്കുമ്പോൾ വചനം ഫലം കായ്ക്കും, വചനം ജീവൻ തരും, വചനം ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് കർത്താവ് നമ്മെ അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് വറ്റാത്ത നദി പോലെ ഒഴുകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവനിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരുത്തും. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ തല ഉയർത്തി നമ്മെ നടത്തുമാറാകട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.